ദൈവനാഥന് മഹത്വമുണ്ടാകട്ടെ. വെള്ളിയാഴ്ച കേൾക്കാനും വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചു ഓർമ്മിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 4-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിന്റെ മുമ്പുള്ള 3-ാം സങ്കീർത്തനത്തിന് ഹെഡിങ് ആയിട്ട് നമ്മൾ കാണുന്നു, ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് 4-ാം സങ്കീർത്തനത്തെ കാണുന്നത്. 3-ാം സങ്കീർത്തനം ഒരു പ്രഭാത കീർത്തനമെന്നും 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാകീർത്തനമെന്നുമാണ് പറയുന്നത്. കാരണം 3-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുവിരിക്കുന്നു, അതായത് പ്രഭാതത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥന പോലെ പറയുന്നു. എന്നാൽ 4-ാം സങ്കീർത്തനത്തിന്റെ അവസാനം നമ്മൾ കാണാൻ കഴിയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ അല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സന്ധ്യാകീർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് മകനായ അബ്ശാലോമിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവത്തോട് പറയുന്നതാണ്. അതായത് ദാവീദിന്റെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമ്മൾ കാണുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന. അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു തന്നെ പ്രതിയോഗികൾക്കുള്ളൊരു മുന്നറിയിപ്പായാണ് ഈ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ദാവീദിന് ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും നമ്മൾ 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നു. അതിന്റെ 1-ാം വാക്യം നമുക്ക് എടുക്കാം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം നമുക്ക് ആരാണ്? നീതിയാണ്. എന്റെ നീതിയായ ദൈവമേ, അതിനൊരു വാക്യം 1 കൊരിന്ത്യർ 1:30 പറയുന്നു, അവൻ നമുക്ക് നീതിയും ന്യായവും ശുദ്ധീകരണവുമാണ്. അപ്പൊ നമ്മളുടെ നീതി ആരാണ്? നമ്മുടെ ദൈവമാണ്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ സൗജന്യമായ കൃപയാലാണ് നീതീകരണം ലഭിക്കുന്നത്. അതായത് നമ്മളൊരു കുറ്റവാളിയെ ഒരു ശിക്ഷയ്ക്ക് നിർത്തിയിട്ട് എല്ലാം കുറ്റം വിധിച്ചതിന് ശേഷം ആ ആള് നമ്മൾ വെറുതെ വിടുന്നത്, അതായത് ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ടുള്ള ആ ഒരു നീതീകരണം, അതായത് ആളെ കുറ്റവിമുക്തനാക്കി ദൈവത്തിന്റെ കൃപയാൽ ആ നീതീകരണം പ്രാപിക്കുന്നതാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് ഞാൻ അതിന്റെ മീനിങ് കണ്ടത്. അടുത്തത്, നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയും ദൈവാശ്രയവും വളരെ അത്യാവശ്യമായി ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവം നീതി നടത്തി തരുന്ന ദൈവമാണ്. നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നമ്മുടെ വിഷയങ്ങൾ പ്രവർത്തിക്കുവാനിടയാവും. അതുപോലെ ഈ നീതിയുള്ള ന്യായാധിപതിയായ എന്റെ നീതിയായ ദൈവം എന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിന് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആളാണ്. ദാവീദിന്റെ ഒരു തിരിച്ചറിവ് കൂടെയാണ്. അതായത് നമ്മുടെ ഏതെല്ലാം പ്രതിസന്ധിയുടെ കൊണ്ടാലും നമ്മൾ നമ്മുടെ നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് ഇത്ര ഉറപ്പോടെ, അതായത് നമ്മളൊരു കഷ്ടതയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അയ്യോ ഞാൻ ആയിപ്പോയല്ലോ, പക്ഷെ കഴിഞ്ഞ കാലങ്ങൾ എന്നെ വിടുവിച്ചൊരു ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ദാവീദിനെ പറ്റി പറയുവാണെങ്കിൽ ഇശായിയുടെ മകനായ 8-ാമത്തെ പുത്രനായി ജനിച്ചു. എന്നാൽ അവിടെ പ്രവാചകൻ വന്ന് തെരഞ്ഞെടുക്കാൻ വരുമ്പം സ്വന്തം അപ്പം പോലും മകന്റെ ഒന്നും തിരിച്ചറിഞ്ഞില്ല. അതായത് മകൻ ആട് മേയ്ക്കാൻ പോയിരിക്കുകയായിരുന്നു. അയാൾക്ക് ഈ മകൻ ഗുണമുള്ളതാണ്, ഇതിനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് 7 മക്കളെയും പുള്ളി പ്രവാചകന്റെ മുമ്പിൽ കാണിക്കുകയാണ്. അതായത് ഇതാണ് എന്റെ മൂത്ത മകൻ, അല്ലെ ഇതാണ് ഇതിനെ കൊണ്ട് പറ്റും. പക്ഷെ സ്വന്തം പിതാവ് പോലും ചിന്തിച്ചില്ല ഈ മകന്, ഇളയ മകനായ ദാവീദിന് രാജാവായിരിക്കും കഴിയുമെന്ന്. പ്രവാചകനോട് ദൈവമാണ് സംസാരിക്കുന്നത്, ഞാൻ ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ല. അതായത് ഒന്നും അറിയാത്ത സ്ഥാനത്തിരിക്കുന്ന ദാവീദിനെ, അതായത് ദാവീദ് ആട്ടിടയനായിരുന്നു, അപ്പൊ അവന്റെ ജോലി അത് തന്നെ എന്ന് അപ്പം തീരുമാനിച്ചു. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് തീരുമാനിച്ചു ഇവനാണ് എനിക്ക് വേണ്ടിയുള്ളവൻ, അത് ഇവനെ ഞാൻ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പനോട് ചോദിക്കുന്നു, നിന്റെ മക്കളെല്ലാം കഴിഞ്ഞു ചോദിക്കും, ഇല്ല ഇളയവൻ ആട്ടിടയനായിട്ടിരിക്കുന്നത്, അവനെ വിളിച്ചുകൊണ്ട് വരുമോ. അങ്ങനെ അവനെ അഭിഷേകം ചെയ്യാനിടയായി. സ്വന്തം അപ്പന് പോലും തിരിച്ചറിയാത്ത കണ്ണിൽ ദൈവത്തിന്റെ കണ്ണ് അവനെ കാണുവാനിടയായി. അത് അവന് പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവം അവനോട് കൂടെ ഇരിക്കുമെന്നുള്ളത് അവന് ഉറപ്പുണ്ടായിരുന്നു. അതെ നമ്മളുടെ ഓരോ ദിവസവും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കഷ്ടങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ ജീവിതത്തിൽ ഒന്നും ദൈവം ചെയ്തിട്ടില്ല എന്ന്. വന്ന വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ നിമിഷം വരെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹൃദയത്തിൽ ഈ വചനത്തിലൂടെ തന്നെ കാണുന്നു, രാത്രി കാലങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണമെന്ന്. നമ്മൾ ചിന്തിക്കുമ്പോൾ നാളത്തേക്കുള്ള പ്ലാനുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമേ നീ എന്നെ നടത്തിയ വഴികൾ, ഞാൻ എവിടെയായിരുന്നു, ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ എവിടെയായിരിക്കുന്നു, എന്നെ ദൈവമേ നീ നടത്തിയ വഴികൾ, ഇത്ര നമുക്ക്
നമുക്ക് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഞാൻ എപ്പോഴും ഡയറിയിൽ നമ്മൾ എഴുതി വെച്ചു, പക്ഷേ ഡയറി നിറയുന്ന പോലും നമുക്കുണ്ടാവും. ഓരോ ദിവസങ്ങളിൽ നമ്മളെ നടത്തിയ വഴി ഈ ഒരു അവസ്ഥയിൽ തന്നെ എത്രയോ പേര് നമ്മൾ എല്ലാവരും പേടിച്ച് ഓരോ വഴി നാട്ടിൽ പോകാൻ നോക്കുന്നു. എങ്ങനെ ആയിരിക്കും എന്നറിയാം, ഏത് സ്ഥലത്ത് ബോംബ് വീഴുമെന്ന് ആർക്കും ഉറപ്പില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, എന്തോ ദൈവം നമ്മളെ പരിപാലിക്കും. കാരണം ദൈവം നമ്മളെ എന്തിനാ ഇവിടെ ആക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതാണ് ഞാൻ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുക. കാരണം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ കിട്ടിയതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. അതാണ് ദൈവസന്നിധി നമുക്ക്. പിന്നെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെക്കുക. നമ്മൾ ദൈവത്തിൽ പൂർണ്ണ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കാൻ ഇടയായിത്തീരും. അതുപോലെ പറയുന്നു, അതുപോലെ നമ്മൾ ബൈബിളിൽ തന്നെ 1 ദിനവൃത്താന്തം 4:9-10 ഒന്ന് വായിക്കാമോ? 1 ദിനവൃത്താന്തം 4:9-10. തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അവൻ എബ്ബേസിന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിൽ വിസ്താരമാക്കുകയും എന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഓക്കെ, നമ്മൾ എബ്ബേസിനെ കാണാൻ കഴിയുന്നു. വ്യസനപുത്രൻ എന്നാണ് പറയുന്നത്. വ്യസനത്തോടെ അമ്മ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് വ്യസനപുത്രൻ എന്ന് പേരിട്ടു. എന്നാൽ ദൈവത്തോടെ എബ്ബേസ് എന്താ ചെയ്ത? ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? നീ എന്റെ അതിർ വിശാലമാക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അവൻ അപേക്ഷിച്ചതിനെ ഒക്കെയും ദൈവം അവനും. അപ്പൊ നമ്മൾ ആരോടാ? നമ്മൾ നമ്മുടെ അവസ്ഥ, ദൈവമേ ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നു, അതിന് മാറ്റം വരുത്തണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അതിനുള്ള മറുപടി, അതായത് ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടി കിട്ടുക. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് മറുപടി കിട്ടണമെന്നില്ല, പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി മറുപടി തരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്റെ സന്നിധിയിൽ വരുന്ന ആരെയും ദൈവം പരിഗണിക്കാതെ വിട്ടിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത 2ാമത്തെ വാക്യം, പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. അതായത് ദാവീദിന് ചുറ്റുമുള്ളവരാരും ദാവീദിനെ ഒരു നല്ല വാക്ക് പറയാനോ അല്ലെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക, പക്ഷെ എല്ലാവരും അവന്റെ മാനത്തെ നിന്നയാക്കുക, അത് എപ്പോഴും പഴിചാരുകയും അപവാദങ്ങൾ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയെ വളരെ തെറ്റുകാരനായിട്ട് കഴിയുമ്പോൾ നീതിയുള്ളൊരു ദൈവം അവന് വേണ്ടി ഉണ്ടെന്ന് ഉറപ്പ്. അതായത് മറ്റാരും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, ഈ ലോകം എന്നെ വിധിച്ചോട്ടെ, പലതും വിധിച്ചോട്ടെ, പക്ഷെ എനിക്ക് വേണ്ടി വിധിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൂർണ്ണ ഉറപ്പ് ദാവീദിനുണ്ട്. അതുപോലെ അതിന്റെ താഴത്തെ വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഹോവ ഭക്തൻ, അതായത് താനൊരു യഹോവ ഭക്തനാണ്. അത് ദാവീദിന് ഉറപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ യഹോവ ഭക്തനാണെന്ന്. യഹോവ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു, മറ്റുള്ളവരുടെ കൂട്ടത്തിലല്ല ഇട്ടേക്കുന്നത്, ദൈവം വേർതിരിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്, ഇയ്യോബിന്റെ കാര്യത്തിൽ പിശാചി ദൈവത്തോട് പറയുന്നുണ്ട്, നീ അവന് ചുറ്റും മാത്രമല്ല അവന്റെ ഭവനത്തിനും അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു. അപ്പൊ യഹോവ ഭക്തൻ എന്താ വരുന്നത്? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ദൈവം വേലി കെട്ടുന്നത്, നമുക്കുള്ള ഭവനം, നമുക്കുള്ളതൊക്കെയും ദൈവം വേലി കെട്ടി സൂക്ഷിക്കുമെന്ന് നമുക്ക് വചനത്തിലൂടെ കാണാൻ കഴിയും. എനിക്കുള്ളതൊക്കെ, അതായത് പിശാചാണ് പറയുന്നത്, നീ അതൊന്ന് മാറ്റിയാൽ മാത്രമേ എനിക്ക് അവനെ തൊടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നീ ഇങ്ങനെ വേലി കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ. അതുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എന്തായിരിക്കും, നമ്മളും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടി സൂക്ഷിക്കും. നമ്മളെയും നമുക്കുള്ളതിനെയും വേലി കെട്ടി സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. അതുപോലെ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു. നടുങ്ങുവീൻ, ഭയപ്പെടുവീൻ, പാപം ചെയ്യാതെ ഇരുപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനം. അതായത് ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നന്മകളെ നമ്മൾ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവമാണ് നൽകുന്നത്. ദൈവത്തിനോട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നീ നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിൽ. എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി 10 പ്രാവശ്യം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട കാര്യമില്ല. എന്റെ ഹൃദയത്തിൽ ഞാൻ പല കാര്യങ്ങളും, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ആഗ്രഹം ഒരു പ്രാവശ്യം ഉണ്ടായി, അത് എനിക്ക് മീൻസ് ദൈവമേ അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, ഞാനതങ്ങ് വിട്ടു. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുമ്പ് പോവാ, മറ്റു കാര്യങ്ങളൊന്നും. പക്ഷെ അതൊരു ദിവസം നടന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവമേ ഇത് ഞാൻ അന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നല്ലോ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ നീതിയാങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയിപ്പീൻ, മറ്റുള്ളതിനെ ആശ്രയിക്കാതെ, സമ്പത്തിനെ ആശ്രയിക്കാതെ, മറ്റുള്ളതിനെ ഒന്നിനെ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയം വെപ്പീൻ എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയും. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എന്താ പറയുന്നത്? നമുക്ക് അതിനുവേണ്ടി ആരാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇത് നമുക്ക് വേണ്ടി ആരെഴുതി തരും. ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനുവേണ്ടി ആരെനിക്ക് വേണ്ടി പോയി സംസാരിക്കും. പക്ഷെ നമ്മൾ ആര് നന്മ കാണിക്കുമെന്ന് മറ്റുള്ളവർ പറയുന്നത്. എന്നാൽ യഹോവ എന്തുവാ?
ദൈവത്തിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം. അതായത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എല്ലാ കാര്യത്തിലും. അടുത്തത്, ധാന്യവും വീഞ്ഞവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ ഹൃദയത്തിൽ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ നമുക്ക് അതിൽ സന്തോഷമാണ്. അതായത് നമ്മളിപ്പോൾ പുറത്താണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് വലിയൊരു വീട്, അല്ലെ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രവാസികളായിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല വീട്, കുറച്ച് സ്ഥലം, അപ്പൊ നമ്മൾ അതുകൊണ്ട് എൻഡ് ആവുമോ നമ്മുടെ ലൈഫ്? ഇപ്പൊ നമ്മൾ നാട്ടിലൊരു വലിയ വീട് കെട്ടി നമുക്ക് സമാധാനത്തിന് ആ വീട്ടിൽ ഒരു ദിവസം ഉറങ്ങാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ നമുക്ക് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് നമ്മൾ പൂർണ്ണവാനായെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടുക. ധാന്യവും വീഞ്ഞും, അതായത് അവരുദ്ദേശിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പണം, പ്രശസ്തി അതൊക്കെ ആയിരിക്കാൻ വരുന്നത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? സമാധാനത്തിൽ ഉറങ്ങുവാൻ, ദൈവത്തിന്റെ ആശ്രയത്തിൽ ഉറങ്ങുവാൻ നമുക്ക് കഴിയണം. അതുപോലെ ധാന്യവും വീഞ്ഞവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ട് അതിൽ അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നെ. എനിക്ക് മറ്റൊന്നിലും അല്ല എന്റെ പ്രശംസ, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു. കാരണം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സദൃശവാക്യം 23:4-5 പറയുന്നു, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ട് കളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേലാകരുത്, അത് കഴുകനെ പോലെ പറന്നുയരുമെന്ന് പറയുന്നു. ധനം എന്തുവാ? അത് കഴുകനെ പോലെ പറഞ്ഞു. പക്ഷെ ദൈവം തരുന്ന സമാധാനം നമുക്ക് എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തന്നെ വേണം. എത്ര ധനം വർദ്ധിച്ചാലുള്ള സമാധാനത്തെക്കാളും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദാവീദിന്റെ ഉറപ്പാണ്. ദാവീദിന് ഒരു ഉറപ്പുണ്ട്. അവസാനം പറയുന്നത്, ഞാൻ ഇതെല്ലാ പ്രതിസന്ധികളുടെ മട്ടിലും ആരൊക്കെ എന്നോട് പഴിചാരിയാലും എന്തൊക്കെ വന്നാലും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത്. ഞാൻ സമാധാനത്തോടെ എങ്ങനെ കിടക്കും? കാരണം നമ്മൾ സങ്കീർത്തനത്തിൽ തന്നെ കാണുന്നു, നിന്നെ കാക്കുന്നവൻ മയങ്ങിയല്ല, ഉറങ്ങുകയില്ല. ഞാൻ സമാധാനത്തോടെ ഉറങ്ങും. എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എനിക്ക് മയങ്ങയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. ഇത്രയാണ് ഞാൻ ചിന്തിച്ചത്. അതുപോലെ ഈ വാക്യത്തിൽ ഈ വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, നമ്മൾ യഹോവയിൽ ആശ്രയായിരിക്കുക, പൂർണ്ണമായി അർപ്പിക്കുക, മറ്റുള്ളതിൽ ആശ്രയിക്കാതെ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായി ദൈവത്തെ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളൊരു ദൈവഭക്തനാണെങ്കിൽ നിങ്ങൾക്കുള്ളതിനെയും നിങ്ങളെയും വേലി ചുറ്റി സൂക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ കുറ്റം വിധിക്കുമ്പോഴും നീതിയുടെ ന്യായാധിപതിയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ